കർത്താവിൻ്റെ അതിപരിശുദ്ധവും അതിശ്രേഷ്ഠവുമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം അതിൻ്റെ 40 മുതൽ 43 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാകുകയും ചെയ്തു. എല്ലാവർക്കുമല്ല, സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അവനോടുകൂടെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തവരാണ് ഞങ്ങൾ. ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവൻ്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ കേട്ട വചനം നമ്മെ എല്ലാവരെയും ശുദ്ധീകരിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം, ആ വചനമാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നതും അനുഗ്രഹിക്കുന്നതും. ഇന്ന് ദൈവവചനമില്ല എങ്കിൽ നമുക്കൊന്നുമില്ല. നമുക്കെല്ലാം ഉണ്ടാകണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മൾ മുറുകെ പിടിക്കണം. ഇത് കർത്താവിനെ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ ശിഷ്യന്മാരെഴുതിയ വചനങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആ വചനത്തോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളുടെ കൂടെയാണ്, അകലങ്ങളിലല്ല. ഈ കർത്താവ് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും കർത്താവ് നമ്മളുടെ അടുത്ത് ഉള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ അരികിലാണ് കർത്താവ്. ഹല്ലേലൂയ! അത് സത്യമാണ് പ്രിയപ്പെട്ടവരെ. മാറ്റമില്ലാത്ത സ്നേഹമാണ് ദൈവം നമ്മുടെ മേൽ ചൊരിയുന്നത്. ആ കൃപയ്ക്കായി കർത്താവിന് നന്ദി പറയാം. നമുക്ക് യേശു തരുന്ന എല്ലാ നന്മകൾക്കുമായി യേശുവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ യേശുവിൻ്റെ മക്കളായി നമുക്ക് മുന്നേറാം. ഹല്ലേലൂയ! വചനത്തെക്കുറിച്ച് വരുവാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ നമുക്കത് നിങ്ങൾക്ക് വായിച്ച് വ്യക്തമാക്കി തരാൻ, അതിനെക്കുറിച്ച് പറഞ്ഞു തരാനൊക്കെ നിന്ന് കഴിഞ്ഞ സമയം ഒത്തിരിയായി പോകും. നിങ്ങൾക്ക് കേൾക്കാനും സമയം കിട്ടത്തില്ല. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളൊക്കെ എടുത്തു വെച്ച് നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തോടൊപ്പം ആയിരിക്കുകയും ചെയ്യുക. മനുഷ്യരിൽ ആരിലും ആശ്രയിക്കേണ്ട, കർത്താവിൽ ശരണം വയ്ക്കുക. അവിടെ നിന്നാണ് നമ്മളുടെ സഹായവും പരിചയം. കർത്താവിനല്ലാതെ നമ്മെ രക്ഷിക്കാൻ മറ്റൊരു കുറുക്കു വഴികളുമില്ല. ഏക രക്ഷകൻ യേശു അത്രേ. ആകാശത്തിന് കീഴേ ഭൂമിക്ക് മുകളിൽ ഒരേ ഒരു നാമമേ നൽകപ്പെട്ടിട്ടുള്ളൂ, യേശു എന്ന നാമം. ആ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ, വിശദീകരിക്കണമേ. അവർക്ക് ആവശ്യമായ വചനം കൊണ്ട് നിറയ്ക്കണമേ, അവർക്ക് ആവശ്യമായ നന്മകൾ കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.